വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് എത്തുന്നവരിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനവുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട്. പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഫീസ് ഈടാക്കും. വിവിധ പഞ്ചായത്തുകളുമായി സഹകരിച്ച് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൂന്നാർ. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. സഞ്ചാരികളുടെ എണ്ണത്തിനൊപ്പം മാലിന്യങ്ങളും കൂടിയതോടെയാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് പ്രവേശന ഫീസ് ഈടാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. മാലിന്യ സംസ്കരണത്തിനുള്ള തുക പ്രവേശന ഫീസിലൂടെ കണ്ടെത്താനാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ഇതിനായി തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കും. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാനും തരംതിരിച്ച് സൂക്ഷിക്കാനുള്ള സഞ്ചികളും ചെക്ക് പോസ്റ്റിൽ വെച്ച് നൽകും. ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിൽ കിട്ടണം, ഈ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കണം, മാലിന്യ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ്. ഈ മൂന്നാർ എന്നത്തേക്കും എല്ലാ കാലത്തിനും വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പരദീസയായിട്ട് മാറും. ഇപ്പോൾ നമുക്കിന്ന് ദേവികുളം പഞ്ചായത്ത് സഹകരിക്കുമ്പോൾ നമ്മുടെ ടോൾ പ്ലാസയുണ്ട്, അതിനോട് ചേർത്തായിരിക്കും. ചട്ടമൂന്നാറിൽ വാഗോര ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതിനോട് ചേർന്നായിരിക്കും. ഫോറസ്റ്റുമായിട്ട് വനവകുപ്പായിട്ട് ആലോചിച്ചുകൊണ്ട് ഇവിടെ NH വീതി കൂട്ടുമ്പോൾ അവിടെ ഇവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ ഈ ഹരിത ചെക്ക് പോസ്റ്റിൽ നിൽക്കേണ്ടി വരില്ല. അവർക്ക് സ്റ്റിക്കർ കൊടുക്കും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ. ഒരു ദിവസം 1500 മുതൽ 2500 വാഹനങ്ങളാണ് മൂന്നാറിലെത്തുന്നത്. സീസണിൽ 5000 വരെ വാഹനങ്ങളും എത്തും. സ്ഥിരമായ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതും ആലോചനയിലുണ്ട്. ഇതിനു മുന്നോടിയായി വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചേരും. പ്രദേശവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും മാലിന്യ സംസ്കരണം, ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി. ന്യൂസ് മലയാളം, ഇടുക്കി.